ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പാലക്കമാലയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാലക്കമാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സെറ്റാണിത്. അതൊരു ബോക്സായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. പിന്നീട് എടുത്തിരിക്കുന്നത് ഗുങ്കുരു. ഈ പാലക്കമാലയുടെ ലോക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗുങ്കുരു എടുക്കുന്നത്. ബാക്ക് ചെയിന്, ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. ലോക്കറ്റിനകത്ത് ഗുങ്കുരു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജംപ് റിങ്സ് എടുത്തിരിക്കുന്നത്. പിന്നീട് സ്റ്റോപ്പറാണ് വേണ്ടത്. പിന്നെ വേണ്ടുന്നത് പ്ലെയറാണ്. മാല കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ഇനി മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പാലക്കമാലയുടെ സെറ്റിനോടൊപ്പം തന്നെ നമുക്കൊരു മോഡൽ കൂടി കിട്ടാറുണ്ട്. അതെങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ മെറൂൺ കളറും വൈറ്റ് കോമ്പിനേഷനുള്ള ഒരു ലോക്കറ്റിൻ്റെ സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. പല കളറിൽ നമുക്ക് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. മാല കോർത്ത് തുടങ്ങുന്നതിന് മുന്നേ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാലയാണിത്. ഏറ്റവും അറ്റത്ത് വരുന്ന ബീഡിൽ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഓരോ കൊളുത്തും കൂടി ഉണ്ടാകും. ഒരു പാലക്ക സെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിട്ട് നമുക്ക് ഈ കമ്മലും ലോക്കറ്റിൻ്റെ ഇരു സൈഡിലും 6 പാലക്ക വീതമാണ് നമ്മൾ നോർമൽ സെറ്റിൽ കാണാറുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള എണ്ണം വെച്ചിട്ട് നമുക്ക് മാല ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് മാല കിട്ടുമ്പോൾ നമുക്ക് കോർത്തെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഒരറ്റത്ത് നിന്ന് നമുക്ക് മാല കുരുത്ത് തുടങ്ങാം. ആദ്യം തന്നെ ആ കൊളുത്തുള്ള ബീഡാണ് നമ്മൾ കുരുക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 ഹോൾസ് ഉണ്ടാവും. ഗിയർ വയറിൻ്റെ ഒരു അറ്റം പുറത്തുനിന്ന് അകത്തേക്ക് കുരുത്ത ശേഷം മറ്റ് ഹോളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഒരുപാട് ബലത്തിൽ വലിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബലത്തിൽ വലിച്ചെടുത്താൽ ഗിയർ വയർ ചുളുങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കൊരുത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ആ ഒരു ഗിയർ വയറിൻ്റെ സെൻറ്റർ പോർഷനിലേക്കാണ് ബീഡ് കൊരുത്തെടുക്കേണ്ടത്. ഇനി അതുപോലെ ബാക്കി ബീഡ്സും കൂടി കൊരുത്ത് കൊടുക്കാം. എല്ലാ കുന്തൻസിലും 2 ഹോൾ വീതമാണുള്ളത്. നമ്മൾ 2 ഹോളിലും കൂടെയും ഗിയർ വയർ കയറ്റി കൊടുക്കണം. ഓണത്തിനും വിഷുവിനും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യാറുള്ളത് പാലക്കമാലയാണ്. ഇനി ഇങ്ങനെ തന്നെ ബാക്കി എല്ലാ കുന്തൻസും നമുക്ക് കോർത്തെടുക്കാം. നമ്മളിവിടെ ഒരു സൈഡിലുള്ള കുന്തൻസ് എല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലോക്കറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതിന് താഴെയുള്ള മുത്തുകളെല്ലാം നമ്മൾ പിടിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. മെറൂൺ കളർ പാലക്ക സെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ മെറൂൺ കളർ ഗുങ്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഗുങ്കുരു ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സാധാരണ പാലക്കമാലയിൽ കാണുന്ന പോലെയുള്ള മുത്തുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. രീതി കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ടുണ്ട്. ഫ്യൂസ് സ്റ്റാർ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മെറൂൺ കളർ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന ഹോളിലൂടെ ഫ്യൂസ് സ്റ്റാർ ഇട്ട് കെട്ടി കൊടുത്താൽ മതിയാകും. എടുത്തിരിക്കുന്ന പാലക്ക സെറ്റിൻ്റെ കളർ അനുസരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ ലോക്കറ്റ് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ലോക്കറ്റിൽ 2 രീതിയിലും ബീഡിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ജംപ് റിങ്സിൽ ഗുങ്കുരു ഇട്ടിട്ട് അത് നമുക്ക് ലോക്കറ്റിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ജംപ് റിങ്സിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗുങ്കുരു ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ടതിന് ശേഷം ലോക്കറ്റിനകത്ത് അറിഞ്ഞ് കൊരുത്ത് കൊടുക്കുക. ഞാനിവിടെ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ലോക്കറ്റിൽ ഞാൻ ഫുള്ളായിട്ട് ഗുങ്കുരു തന്നെ ഇട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2 രീതിയിൽ ചെയ്താലും നന്നായിരിക്കും. ബാക്കി എല്ലാ ഹോളിലും കൂടി നമുക്ക് ഗുങ്കുരു ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ റിങ് നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഗുങ്കുരു ഇതിലെ ഇളക്കി പോരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലോക്കറ്റിൻ്റെ എല്ലാ ഹോളിലും ഗുങ്കുരു തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്തെടുത്തപ്പോൾ. അത് കാണാനായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ലോക്കറ്റ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഗിയർ വയറിലേക്ക് ഈ ലോക്കറ്റ് കൂടി കൊരുത്തെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള കുന്തൻസ് എല്ലാം നമുക്ക് ഗിയർ വയറിലേക്ക് കോർത്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്
കോർത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുന്തൻസൊക്കെ സെറ്റോടെ വാങ്ങിക്കുമ്പോൾ മിക്കപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇങ്ങനെ ഈ കുന്തൻസിന് ഹോള് കാണാതിരിക്കുക, നമുക്ക് കോർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ കുന്തൻസ് പാഴായി കളയേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ കട്ടിംഗ് പ്ലെയറിൻ്റെയോ അല്ലെങ്കിൽ കത്രികയുടെയൊക്കെ ഒരു തുമ്പ് കൊണ്ടൊന്ന് കുഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അവിടെ ഹോൾ ഓപ്പണായി കിട്ടും. അതിലേക്കൂടെ നമുക്ക് കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ബാക്കി എല്ലാ പാലക്കയും കോർത്തെടുക്കുകയാണ്. വേറെ എല്ലാ ബീഡിൻ്റെയും 2 ഹോൾസിലൂടെയും കയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ കോർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഇടയ്ക്ക് പിന്നെ അത് കോർത്തെടുക്കാനൊന്നും പറ്റത്തില്ല. ലോക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ പാലക്കയുടെ എല്ലാ ബീഡ്സും കൊളുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ബീഡ് കൊളുത്ത് വരുന്ന ഭാഗത്ത് ഒരു കൂടി കൊരുത്തതിന് ശേഷം നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം. ലോക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പാലക്കയുടെ ഇടയ്ക്കൊന്നും ഗ്യാപ്പില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നാൽ ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യുകയും ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റോപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഗിയർ ലോക്ക്. ഗിയർ വയറിനകത്തൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഇവിടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു കുന്തന് ഒരു സൈഡിൽ മാത്രമേ ഹോൾ ഉണ്ടാവൂ, ഒരു സൈഡിൽ ലോക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ കൊരുത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഗിയർ ലോക്ക് അതിനുള്ളിലേക്ക് കയറ്റി അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പാടില്ല, ഒരുപാട് ലൂസായിട്ട് നിൽക്കാൻ പാടില്ല. അതിൻ്റെ ഒരു മീഡിയം പരുവത്തിന് പിടിച്ചിട്ട് ആ ഗിയർ ലോക്ക് നമ്മളവിടെ ഒരു പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് വേറെ ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. മുമ്പായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നതെല്ലാം ശരിയാണെന്ന് നോക്കി ഉറപ്പ് വരുത്തണം. ഇനി നമ്മളവിടെ പ്രസ് ചെയ്ത് ലോക്കാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയും കൂടി ചെയ്യുകയാണ്. കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. ആ കെട്ടിക്കൊടുക്കുന്ന ഭാഗം അവസാനത്തെ കുന്തൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും കേട്ടോ, വെളിയിലോട്ടൊന്നും കാണത്തില്ല. നമ്മളത് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. ബാക്ക് ചെയിനും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ഒരു പാലക്കമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് ചെയിനായിട്ട് നമുക്ക് ഏത് മോഡൽ വേണേലും യൂസ് ചെയ്യാം. ത്രെഡ് ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു പാലക്കമാല എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാല എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.